ഡയറക്റ്റ് ആയിട്ട് കമ്പനികളുടെ ഇക്വിറ്റി ഷെയറുകളിൽ നിക്ഷേപം നടത്തുന്നതിന് പകരമായി നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നത് നമ്മുടെ റിസ്ക് ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ റിസ്ക് അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺസ് നമുക്ക് ലഭിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. പല റിസ്ക് കാറ്റഗറിയിലുള്ള ഇൻവെസ്റ്റേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒട്ടനവധി മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റുള്ള ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ താരതമ്യേന റിസ്ക് കുറഞ്ഞ ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിനെ കുറിച്ചാണ്. ഡിവിഡൻഡ് ഈൽഡ് ഫണ്ട്സ്. എന്താണ് ഡിവിഡൻഡ് ഈൽഡ് ഫണ്ട്? ഡിവിഡൻഡ് ഈൽഡ് ഫണ്ടിൽ നിക്ഷേപം നടത്തിയാൽ ഏത് തരത്തിലുള്ള ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ലഭിക്കുക? മറ്റുള്ള ഇക്വിറ്റി ഫണ്ടുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഡിവിഡൻഡ് ഈൽഡ് ഫണ്ടിൽ റിസ്ക് കുറവായിരിക്കുന്നത്? ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ റിട്ടേൺസ് നൽകുന്ന അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് ഉള്ള ഡിവിഡൻഡ് ഈൽഡ് ഫണ്ടുകൾ ഏതൊക്കെയാണ്? ഈ കാര്യങ്ങളാണ് മെയിനായിട്ടും ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ ഫണ്ടുകളും ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ ഫണ്ടിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പറയുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തിട്ടാണ്. ഡിവിഡൻഡ് ഈൽഡ് ഫണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് അനുസരിച്ച് ഈ ഫണ്ടിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എമൗണ്ട് ഹൈ ഡിവിഡൻഡ് ഈൽഡിംഗ് കമ്പനികളുടെ ഷെയറുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് ഇന്ത്യയിൽ 6000-ൽ കൂടുതൽ കമ്പനികളുടെ ഷെയറുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കമ്പനികളിൽ പലതും റെഗുലറായിട്ട് ഡിവിഡൻഡുകൾ നൽകുന്ന കമ്പനികളാണ്. ഈ കമ്പനികളുടെ ഷെയറുകളിൽ നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് റെഗുലറായിട്ട് ഒരു ഡിവിഡൻഡ് ലഭിക്കും. ഇതേപോലെയുള്ള കമ്പനികളിൽ നിക്ഷേപം നടത്തുമ്പോൾ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു ഡിവിഡൻഡ് ലഭിക്കുകയില്ല എങ്കിൽ തന്നെ വർഷങ്ങളായിട്ട് ഇതേപോലെയുള്ള കമ്പനികൾ റെഗുലറായിട്ട് ഡിവിഡൻഡ് നൽകിക്കൊണ്ടിരിക്കുന്ന കമ്പനികളാണ്. ഒരു മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെയുള്ള കമ്പനികളിൽ നിക്ഷേപം നടത്തുമ്പോൾ അതിൽ നിന്ന് റെഗുലറായിട്ട് ഏൺ ചെയ്യുന്ന ഡിവിഡൻഡ് അതിൻ്റെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിന് ഡിവിഡൻഡായിട്ട് തിരിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ ഡിവിഡൻഡ് എമൗണ്ട് റീഇൻവെസ്റ്റ് ചെയ്ത് പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റ് വർക്കൗട്ട് ചെയ്ത് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കി കൊടുക്കുവാനും സാധിക്കുന്നു. എങ്ങനെയാണ് ഡിവിഡൻഡ് ഈൽഡ് കാൽക്കുലേറ്റ് ചെയ്യുക? സാധാരണയായിട്ട് കമ്പനികൾ അവരുടെ ഷെയർ ഹോൾഡേഴ്സിന് ഇയർലി ബേസിസിലോ അല്ലെങ്കിൽ പീരിയോഡിക്കൽ ബേസിസിലോ ഡിവിഡൻഡുകൾ കൊടുക്കാറുണ്ട്. അപ്പം അത് ഒരു ഷെയറിന് 10 രൂപ, ഒരു ഷെയറിന് 30 രൂപ എന്നിങ്ങനെ ആയിരിക്കും ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു കമ്പനിയുടെ ഷെയർ 1000 രൂപ വിലയ്ക്ക് വാങ്ങി ആ കമ്പനി ഒരു ഷെയറിന് 30 രൂപ വീതമാണ് ഡിവിഡൻഡ് നൽകുന്നതെങ്കിൽ അതിൻ്റെ ആക്ച്വലായിട്ടുള്ള ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറയുന്നത് 3%. കമ്പനിയുടെ ഷെയറിൽ നിന്ന് നമുക്ക് കൂടുതൽ ഡിവിഡൻഡ് ലഭിക്കുന്നു എന്നുള്ളതല്ല കാര്യം, അതിൽ നിന്ന് എത്ര ഈൽഡാണ് നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് മുഖ്യമായിട്ടുള്ള കാര്യം. പല കമ്പനികളും 1000%, 2000%, 3000% ഒക്കെ ഡിവിഡൻഡുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ റിയലായിട്ട് അതിൽ നിന്ന് ലഭിക്കുന്ന ഈൽഡ് എന്ന് പറയുന്നത് 1%, 2%, 3% ആയിരിക്കാം. കമ്പനികളുടെ ഷെയർ പ്രൈസ് 1000 രൂപയ്ക്കോ 2000 രൂപയ്ക്കോ അല്ലെങ്കിൽ 5000 രൂപയ്ക്കോ മുകളിലായിരിക്കാം. 5000 രൂപ ഒരു ഷെയറിന് കൊടുത്ത് വാങ്ങുമ്പോൾ ആ കമ്പനി അതിൽ 1000%, 2000% ഡിവിഡൻഡ് തന്നാലും നിങ്ങൾക്ക് റിയലായിട്ട് ലഭിക്കുന്ന ഈൽഡ് എന്ന് പറയുന്നത് 1%-നോ അല്ലെങ്കിൽ 3%-നോ ഇടയിലായിരിക്കാം. സാധാരണയായിട്ട് ഹൈ റേറ്റിൽ ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനികൾ അതോടൊപ്പം തന്നെ റെഗുലറായിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനികൾ ബ്ലൂ ചിപ്പ് കമ്പനികളുടെ കാറ്റഗറിയിൽ പെട്ട കമ്പനികളായിരിക്കും. ഇതേപോലെയുള്ള കമ്പനികളിൽ നിക്ഷേപം നടത്തിയാൽ റെഗുലറായിട്ട് ഡിവിഡൻഡ് ലഭിക്കുന്നതോടൊപ്പം തന്നെ റീസണബിളായിട്ട് അതിൻ്റെ ഷെയർ പ്രൈസിൽ ഒരു അപ്രീസിയേഷൻ വന്നുകൊണ്ടിരിക്കും. മാർക്കറ്റിൽ ഹ്രസ്വകാലങ്ങളിൽ വരുന്ന ചാഞ്ചാട്ടങ്ങൾ ഇതേപോലെയുള്ള കമ്പനികളുടെ ഷെയർ പ്രൈസിനെ അധികം എഫക്റ്റ് ചെയ്യാറില്ല. കാരണം ഇതേപോലെയുള്ള കമ്പനികൾക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു ബാലൻസ് ഷീറ്റ് ഉണ്ട്. ഒപ്പം തന്നെ ഇതേപോലെയുള്ള കമ്പനികൾക്ക് ഹിസ്റ്റോറിക്കലായിട്ടൊരു പെർഫോമൻസ് ഹിസ്റ്ററി ഉണ്ട്. റെപ്യൂട്ടഡ് ആയിട്ടുള്ള പ്രൊമോട്ടേഴ്സ് ആയിരിക്കും ഈ കമ്പനി പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. വർഷങ്ങളായിട്ട് ഈ കമ്പനി ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനി ആയിരിക്കാം. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ ഇന്ത്യയിലെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റുകളായിരിക്കാം. ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ അതിനുള്ള അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകളാകാം. ഇതേപോലെയുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ കാറ്റഗറിയിൽ പെടുന്ന കമ്പനികൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനികളായിരിക്കാം. സാധാരണയായിട്ട് കമ്പനികൾ ഡിവിഡൻഡ് കൊടുക്കുന്നത് അതിൻ്റെ പ്രോഫിറ്റിൽ നിന്നാണ്. കമ്പനി നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതേപോലെയുള്ള കമ്പനികൾ സാധാരണയായിട്ട് ഡിവിഡൻഡ് കൊടുക്കാറില്ല. കഴിഞ്ഞ 10 വർഷത്തെ ഇതേപോലെ ഡിവിഡൻഡ് ഈൽഡ് ഫണ്ടുകളുടെ പെർഫോമൻസ് നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ ഒരു വർഷം ഏകദേശം 51%, 3 വർഷത്തിൽ 24.2%, 5 വർഷത്തിൽ 26.2%,
7 വർഷത്തിൽ 17.5%, 10 വർഷത്തിൽ 15.8% കൂടുതൽ ആനുവൽ റിട്ടേൺസ് ഇതേപോലെയുള്ള ഡിവിഡൻഡ് ഈൽഡ് ഫണ്ടുകൾ നേടിക്കൊടുത്തിട്ടുണ്ട്. ഡിവിഡൻഡ് ഈൽഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പല ആളുകളും പറയുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഒരു കമ്പനി ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ഡിവിഡൻഡായിട്ട് അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫർദർ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ക്യാഷ് ഫ്ലോയ്ക്ക് പ്രശ്നം വരുമെന്നാണ്. പക്ഷേ ഇന്ന് ഇന്ത്യയിലെ പല കമ്പനികളും അവരുണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമായിരിക്കും ഡിവിഡൻഡായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. ബാലൻസ് വരുന്ന എമൗണ്ട് അവർ ഫ്യൂച്ചറിലേക്കുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു കമ്പനി അവരുണ്ടാക്കുന്ന പ്രോഫിറ്റിൻ്റെ മേജർ പോർഷനും ഇതേപോലെ ഡിവിഡൻഡായിട്ട് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയുള്ള കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസിൽ വരുന്ന അപ്രീസിയേഷൻ മറ്റുള്ള ഗ്രോത്ത് കമ്പനികളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ താരതമ്യേന കുറവായിരിക്കാം. ഫണ്ടുകളിൽ നിക്ഷേപം നടത്തേണ്ടത് ലോ റിസ്ക് കാറ്റഗറിയിലുള്ള ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കണം. ഹൈ റിസ്ക് കാറ്റഗറിയിലുള്ള ഇൻവെസ്റ്റേഴ്സിന് നിക്ഷേപം നടത്തുന്നതിന് വേണ്ടിയിട്ട് മറ്റൊട്ടനവധി ഫണ്ടുകൾ ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആണ്. ഏകദേശം ഒരു 3 വർഷങ്ങൾക്ക് മുന്നേ ഞാനും ഇതേപോലെ ഒരു ഡിവിഡൻഡ് ഈൽഡ് ഫണ്ടിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. അത് HDFC ഡിവിഡൻഡ് ഈൽഡ് ഫണ്ടാണ്. 3 വർഷം കൊണ്ട് ഏകദേശം 280% കൂടുതൽ ആബ്സല്യൂട്ട് റിട്ടേൺ എനിക്ക് ഡിവിഡൻഡ് ഈൽഡ് ഫണ്ടിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷക്കാലത്തിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് നേടിക്കൊടുത്ത ഡിവിഡൻഡ് ഈൽഡ് ഫണ്ടുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. UTI ഡിവിഡൻഡ് ഈൽഡ് ഫണ്ട് ഏകദേശം 55%, ആദിത്യ ബിർള സൺ ലൈഫ് ഡിവിഡൻഡ് ഈൽഡ് ഫണ്ട് ഏകദേശം 46%, HDFC ഡിവിഡൻഡ് ഈൽഡ് ഫണ്ട് 44.16%, ICICI പ്രൂഡൻഷ്യൽ ഡിവിഡൻഡ് ഈൽഡ് ഫണ്ട് ഏകദേശം 40%, ടെമ്പിൾട്ടൺ ഇന്ത്യ ഇക്വിറ്റി ഇൻകം ഫണ്ട് ഏകദേശം 36%. 5 വർഷത്തെ കേസ് എടുത്താൽ ഏറ്റവും നല്ല പെർഫോമൻസ് ഹിസ്റ്ററിയുള്ള മ്യൂച്വൽ ഫണ്ടുകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ICICI പ്രൂഡൻഷ്യൽ ഡിവിഡൻഡ് ഈൽഡ് ഫണ്ട് ഏകദേശം 36%, ടെമ്പിൾട്ടൺ ഇന്ത്യ ഇക്വിറ്റി ഇൻകം ഫണ്ട് 32%, ആദിത്യ ബിർള ലൈഫ് ഡിവിഡൻഡ് ഈൽഡ് ഫണ്ട് 32%, UTI ഡിവിഡൻഡ് ഈൽഡ് ഫണ്ട് ഏകദേശം 30%, സുന്ദരം ഡിവിഡൻഡ് ഈൽഡ് ഫണ്ട് 27.33%. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഫണ്ടിൻ്റെ NAVനെ ബേസ് ചെയ്തിട്ടുള്ള ആനുവൽ റിട്ടേൺസ് ആണ് ഇപ്പോഴിവിടെ പറഞ്ഞത്. ഇത് ഈ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് അല്ല, പ്യുവർലി എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ മോഡറേറ്റ് അല്ലെങ്കിൽ ലോ റിസ്ക് കാറ്റഗറിയിലുള്ള ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള ഡിവിഡൻഡ് ഈൽഡ് ഫണ്ടുകളും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതേപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങൾക്ക് എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.